ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വ്ലോഗ് ആയാലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ദേ ഈ ബിറ്റഗാർഡ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ബിറ്റഗാർഡിന് നമ്മൾ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ പല പേരിലല്ല അറിയപ്പെടുക. എനിക്കറിയാവുന്ന പേരെന്ന് പറയുന്നത് പാവയ്ക്ക, കൈപ്പയ്ക്ക എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇങ്ങോട്ട് കർണാടകയിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ഹാഗലക്കായി എന്നാണ്. അതുപോലെ തെലുഗുവിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കരക്കായി എന്നും എൻ്റെ മോൻ പറയുന്ന പോലെ കരയില എന്ന് ഹിന്ദിയിൽ പറയും. ശരിക്കും ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ബർവ കരയില എന്നാണ്, അതായത് സ്റ്റഫ്ഡ് ബിറ്റഗാർഡ്. നമ്മളുടെ പാവയ്ക്കയുടെ ഉള്ളിൽ കുറേ മസാലയൊക്കെയാണ് കുത്തി നിറച്ച് വറുത്ത് പൊളിച്ചെടുക്കണേനെയാണ് ഞാൻ ഇത്ര വലിയ സംഭവമായി ഇൻട്രോ ഒക്കെ തന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും ഇതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ പാവയ്ക്കത ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വട്ടത്തിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ്, ഇത് ഓരോന്നിൻ്റെ ഉള്ളിലാണ് മസാല നമ്മൾ നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് വെക്കുന്നത്. ആ മസാല കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയും ഇതിൻ്റെ ഉള്ളിലുള്ള സീഡും സംഭവങ്ങളൊക്കെ നമ്മൾ ആദ്യമൊക്കെ മാറ്റും. അപ്പോൾ ഇത് കട്ടായി പോവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത്രയും വീതിയിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്ര വീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം അങ്ങനെ കട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ആ വിത്ത് ഉണ്ടല്ലോ, ആ കുരു, ആ സംഭവമൊക്കെ നമുക്കൊന്ന് ഒരു കത്തി വെച്ചിട്ട് മാറ്റിക്കളയാം. കണ്ടില്ല, ഇതുപോലെ നമുക്ക് സുഖമായിട്ട് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൽ ജലാംശം ഫുള്ളായിട്ട് പോകാൻ വേണ്ടി ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് ഞാനൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് തുടച്ച് വൃത്തിയാക്കി വരട്ടെ. ഈ ഒരു ബർവ കരയില തനതായ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഈ പാവയ്ക്കയുടെ മുകളിലുള്ള മുള്ളുമുള്ള പോലുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ അത് നന്നായിട്ട് ബോയിൽ ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇതിൽ ചെയ്യുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്കൊക്കെ ഇതുപോലെ എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ കേട്ടോ. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഒക്കെ വറുത്തെടുക്കുക ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഓപ്ഷണലാണ്. ഈ ഒരു റെസിപ്പിയിൽ പാവയ്ക്ക കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർക്കാറില്ല. പക്ഷെ ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവയ്ക്ക കടിക്കുമ്പോൾ ആ ഒരു കയ്പ്പ് വായിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു പരുവം വരെ നമ്മൾ പാവയ്ക്ക വറുക്കണം. അതിനുശേഷം കോരി മാറ്റി വെക്കുക. ഇനി ആ സെയിം പാത്രത്തിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. ആദ്യം കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം മൂത്ത് വരുന്ന സമയത്ത് 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാള നല്ല ട്രാൻസ്പെറൻറ്റ് ഷെയ്ഡ് ആകുമ്പോൾ അതിലേക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടി ചൂടാവണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചൂടായതിന് ശേഷം നമുക്കത് ഈ പാത്രത്തിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കടലപ്പരിപ്പ്, കുറച്ച് ഉഴുന്നുപരിപ്പ്, കുറച്ച് മല്ലി, മുഴുവൻ മല്ലി, ഇത്രയാണ് ചേർക്കുന്നത്. എടുത്തിരിക്കുന്ന ടീസ്പൂൺ ചെറിയ ടീസ്പൂണാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 3 ടീസ്പൂൺ കടലപ്പരിപ്പ്, 3 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 3/4 ടീസ്പൂൺ മുഴുവൻ മല്ലി, പിന്നെ അതിലേക്കൊരു 5-6 ഉണക്കമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നാളികേരം. അപ്പോൾ നാളികേരം ഈ ഒരു റെസിപ്പിയിൽ ഇല്ലാത്ത സംഭവമാണ് കേട്ടോ. ഞാൻ പിന്നെ നമ്മൾ മലയാളികളാകുമ്പോൾ നാളികേരം ഇല്ലാണ്ടൊരു സുഖമില്ലല്ലോ, അതുകൊണ്ട് ചേർത്താണ്. അത് ചേർത്ത് നന്നായിട്ട് ചൂടാക്കുക. ലാസ്റ്റ് ഞാൻ കുറച്ച് പുളി ഉണ്ടല്ലോ, വാളംപുളി, അതും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി സവാളയുടെ സംഭവം ഉണ്ടല്ലോ, അത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതിന് ശേഷമാണ് നേരത്തെ നമ്മൾ ചൂടാക്കി എടുത്തിട്ടുള്ള മസാലയൊക്കെ ചേർക്കുന്നത്. ആ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള പാവയ്ക്ക ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു മസാല നിറയ്ക്കുക. വീണ്ടും അത് വറുത്ത് കോരി എടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ ശരിക്കും ഉള്ള ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ആ നാളികേരം ചേർക്കാതെ ഉള്ളതാണ് കേട്ടോ. ഞാനിത് ഓൾറെഡി ട്രൈ ചെയ്തതാണ്. അപ്പോൾ നാളികേരം ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഓരോ പ്രാവശ്യം കുക്ക് ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും അതിൽ സംഭാവന ചെയ്യുമെന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ നാളികേരം ചേർത്തതാണ് കേട്ടോ. അപ്പോൾ നാളികേരം ഇല്ലാണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വീതിയിൽ കട്ട് ചെയ്തെടുത്താലാണ് സ്റ്റഫിങ് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് പറ്റുള്ളൂ. ആണെങ്കിൽ എന്തെങ്കിലും ഒരു തരികിട അതിൻ്റെ ഇടയിൽ ഒപ്പിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഈ ഒരു വീതി കൂടിയതൊക്കെ ചിലയിതുകളെടുത്ത് ഒന്ന് വീതി കുറച്ചു, അതായത് കട്ട് ചെയ്ത് ചെറുതാക്കി. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ള സ്റ്റഫിങ് റെഡിയാക്കി വെക്കാനായിട്ട്. ഇനി നമുക്കിത് വീണ്ടും ആ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ആ മസാല നിറച്ചിട്ടുള്ള പാവയ്ക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ആ മസാല ഞാൻ ഉണ്ടാക്കിയത് കുറച്ചധികം ഉണ്ടായിരുന്നു, ബാക്കി ഇത്തിരിയും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചു മറിച്ചിട്ട് അത് നമുക്ക് റെഡിയാക്കി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ കളറ് നല്ല കണ്ടില്ല ഡാർക്ക് ബ്രൗൺ ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ ആയാലാണ് ശരിക്കും അത് വെന്തിട്ടുണ്ടാവുള്ളൂ. അതായത് ആ മസാലയിലൊക്കെ നന്നായിട്ട് ആ ചൂടായി മസാലയൊക്കെ വെന്ത് വരുള്ളൂ.
അപ്പോൾ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നും നമ്മൾ ഈ ഒരു പാവയ്ക്ക് വെച്ചിട്ടുള്ള ഉപ്പേരി, തോരൻ അല്ലെങ്കിൽ പാവയ്ക്ക് തീയിലൊക്കെ കഴിച്ചു മടുത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ടേസ്റ്റും, ഉപ്പ്, പുളി, എരിവ്, കയ്പ്പ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.